കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് കയറ്റങ്ങളെ ഡ്രൈവിംഗിൽ ഏറ്റവും അധികം പേടിക്കുന്നവരാണ് ബിഗിനേഴ്സ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരായ ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈവിംഗിൽ കയറ്റങ്ങളെ പേടിക്കുന്നവരാണ്. കാരണം കയറ്റം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുന്നൊരു സാഹചര്യം. പ്രത്യേകിച്ച് കയറ്റത്തൊരു വണ്ടി നിന്നു പോയി കഴിഞ്ഞാൽ ബൈക്കിലേക്ക് കുറച്ചു പോലും പോകാതെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ഒരുപാട് പേർക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ കയറ്റത്തൊരു വാഹനത്തെ പതുക്കെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഐഡിയ ഇല്ല. അതുപോലെ തന്നെ കയറ്റത്ത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് അറിയത്തില്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു തേർഡ് ഗിയറിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വന്നിട്ട് കയറ്റം കയറി തുടങ്ങുമ്പോൾ തേർഡ് ഗിയറിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കാനായിട്ട് അറിയത്തില്ല. ചിലപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി റണ്ണിങ് കുറഞ്ഞിട്ട് വണ്ടി നിന്നു പോകുന്ന സാഹചര്യം വരും. ടൈമിങ്ങിൽ ഗിയർ ഇടാനായിട്ട് അറിയത്തില്ല. കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് കയറ്റങ്ങളെ ഡ്രൈവിംഗിൽ ഏറ്റവും അധികം പേടിക്കുന്നവരാണ് ബിഗിനേഴ്സ്. കാരണം എന്ന് പറയുന്നത്, ഒരു കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ പലപ്പോഴും തുടക്കക്കാരന് സംഭവിക്കുന്നത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് പതിയെ കയറ്റങ്ങളിൽ എടുക്കാനായിട്ട് അറിയത്തില്ല. ഒന്നെങ്കിൽ വണ്ടി നിന്നുപോകും, അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. ഇപ്പം തന്നെ ഞാൻ ഈ വണ്ടി കയറ്റത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ ഈ വാഹനത്തിന് തൊട്ടു മുന്നിലായിട്ട് മറ്റൊരു വണ്ടി കയറ്റത്ത് പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് സ്ലോ ചെയ്ത് വാഹനത്തെ കൃത്യമായിട്ട് എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് വളരെ സേഫായിട്ട് വണ്ടി എടുത്തു പോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഇവിടെ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി വാഹനം ഞാൻ മുന്നോട്ട് എടുക്കുന്നു, ആക്സിലറേഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന ആ വണ്ടിയെ ഇപ്പോൾ ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് ശ്രദ്ധിച്ച് നമ്മൾ വാഹനം എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കാതെ കയറ്റത്ത് ഓഫായി പോകാനും സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കയറ്റത്ത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ടും കുറച്ച് പോലും ബാക്കിലേക്ക് പോകാതെ സ്ലോ ചെയ്ത് നമ്മളുടെ ഇഷ്ടാനുസരണം വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്ത് കയറ്റത്തെടുക്കാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രേക്കിലേക്ക് കാല് കൃത്യമായിട്ടും വരിക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക, വണ്ടിയുടെ കീ ഓൺ ആക്കുക. ശേഷം എന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുക. ഫസ്റ്റ് ഗിയർ ഉറപ്പ് വരുത്തണം, ഒരു കാരണവശാലും മാറിപ്പോകരുത്. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിനോട് ചേർന്നാണ് തേർഡ് ഗിയർ ഉള്ളത്. അപ്പം നമ്മൾ തേർഡ് ഗിയറിലേക്ക് വീണിട്ടാണ് എടുക്കാൻ നോക്കുന്നതെങ്കിൽ വണ്ടി എടുക്കത്തില്ല. അപ്പം ഫസ്റ്റ് ഗിയർ ഉറപ്പിക്കണം. ഫസ്റ്റ് ഗിയർ ഉറപ്പിക്കാനായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർക്കുക, ഇങ്ങനെ ഇടുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കയറ്റത്തെടുക്കാം, പക്ഷെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എടുക്കാൻ തന്നെയാണ്. കാരണം ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിലേക്കും കൂടെ ശ്രദ്ധ വരും. അപ്പം പല ആൾക്കാർക്ക് സംഭവിക്കുന്നത് അതും കൂടെ ബാലൻസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിങ്ങൾ എടുത്താൽ മതി. അതിനെക്കുറിച്ച് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കയറി കണ്ടാൽ മതി. ഓക്കെ, ഇനി ഇവിടെ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി കണ്ടോ ബൈക്കിലേക്ക് പോകുന്നുണ്ട്, കണ്ടോ? അപ്പം ഞാനിവിടെ ഇതേ വീണ്ടും ചവിട്ടി നിർത്തി. അപ്പോൾ എനിക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാനേ കഴിയില്ല, അല്ല പാടില്ല. ഒരു കാരണവശാലും ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പാടില്ല. നന്നായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കണം. ശ്രദ്ധിക്കണം, നന്നായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കുക. ഇതേ അപ്പോൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വലത്തെ കാല് ഫ്ലോറിലൊന്നും വെക്കണ്ട, ഇങ്ങനെ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, കണ്ടോ? എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഓരോ വണ്ടികളിലും പോയിന്റ് വ്യത്യസ്തമാണ്. അതായത് ക്ലച്ചിൽ നിന്ന് അയച്ചു വരുന്ന പോയിന്റാണ് ഞാൻ പറയുന്നത്, അതായത് ഹാഫ് ക്ലച്ച് പോയിന്റ്. ഈ ഹാഫ് ക്ലച്ച് പോയിന്റാണ് വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ്. ഓരോ വാഹനങ്ങളിലും ഇത് വ്യത്യസ്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പതിയെ ക്ലച്ചിൽ നിന്ന് കാലയക്കണം. പല ആൾക്കാർ സ്പീഡിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതോടാണ് വണ്ടി പലപ്പോഴും ഓഫായി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, പതിയെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ചു വരിക. ഇങ്ങനെ അയച്ചു വരുമ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഒരു ഹാഫ് ക്ലച്ച് ഒരു പകുതിയോളം ഞാൻ അയച്ച സമയത്ത് എൻ്റെ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ഇത്തിരിയും കൂടെ അയക്കുകയാണ്. കാരണം കറക്റ്റായിട്ടുള്ള ഒരു ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് ആ വൈബ്രേഷൻ്റെ അളവ് കൂടുന്ന പോയിന്റാണ്. അതായത് കയറ്റങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വൈബ്രേഷൻ്റെ അളവ് നന്നായിട്ട് കൂടണം, ആ പോയിന്റിലേക്ക് എത്തുക. അതിന് ക്ലച്ച് നന്നായിട്ട് അയച്ച് വരുമ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ വൈബ്രേഷൻ നന്നായിട്ട് കൂടി വരുന്ന പോയിന്റിലേക്ക് ഞാൻ ക്ലച്ച് അയച്ച് എത്തി. ആദ്യം ഹാഫ് ക്ലച്ചിൽ ഒരു വൈബ്രേഷൻ വരും, ആ പോയിന്റ് അല്ല മനസ്സിലാക്കേണ്ടത്. വീണ്ടും കാലയച്ച് വരുമ്പോൾ വൈബ്രേഷൻ നന്നായിട്ട് കൂടുന്ന പോയിന്റാണ് ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആ പോയിന്റിലേക്ക് അയച്ചു വന്നേക്കാണ്. ഇനി ഞാൻ വീണ്ടും ഈ വൈബ്രേഷൻ കൂടുതലായിട്ട് വരുന്ന പോയിന്റിൽ നിന്ന് കാല് ക്ലച്ചിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ ഇടത്തെ കാലിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ വെക്കുക. ഈ സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ചിൽ കാല് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇടത്തെ കാല് ഫ്രീ ആക്കി വെക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ
ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈം വളരെ പ്രധാനമാണ്. അത് വേഗത്തിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലല്ല ആക്സിലറേഷൻ കൊടുക്കേണ്ടത്. ആക്സിലറേഷൻ നന്നായിട്ട് തന്നെ എടുത്തെടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് എടുത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇങ്ങനെ ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുത്തെടുത്ത് ചവിട്ടി കൊടുക്കാൻ പറയുന്നത് നമ്മുടെ വീലുകളിലേക്കുള്ള പവർ ഫ്ലോ ആക്സിലറേഷൻ എടുത്തെടുത്ത് കൊടുക്കുന്നതിലൂടെ ചെല്ലും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയ ബ്രേക്കിൽ നിന്നും കാലെടുത്തിട്ട് ആക്സിലറേഷൻ ഞാനിത് എടുത്തെടുത്ത് കൊടുത്തു കണ്ടോ. അപ്പോൾ നമ്മളുടെ വാഹനം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കയറ്റത്തിൽ ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നും മെല്ലെ അയക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ കണ്ടോ വാഹനം നിന്നു. ഇവിടെ ഞാൻ എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇതുപോലെ പതിയെ ഇതുപോലെ പതിയെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു കണ്ടോ. അപ്പം ഞാൻ വണ്ടി എടുത്തപ്പോൾ വണ്ടി സ്ലോ ആയിരുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഞാൻ വാഹനം എടുക്കുകയാണ് ചെയ്തത്. അപ്പം എന്ത് ചെയ്തു, വളരെ സുഖകരമായിട്ട് തന്നെ എനിക്ക് വാഹനം ഈ കയറ്റത്തെ എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കയറ്റത്തൊരു വാഹനത്തെ പതുക്കെ ഓടിക്കുക എന്നുള്ളതാണ്. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കയറ്റത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയ ഒരു ബ്ലോക്ക് പോലെയുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കുറേ അധികം ആൾക്കാർ നടന്നു പോകുന്ന ഒരു ഘോഷയാത്ര പോലെയുള്ള ഒരു സാഹചര്യം കയറ്റത്തുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ വാഹനം ആൾക്കാർ നടന്നു പോകുന്ന അതിനനുസരിച്ച് തന്നെ നമ്മുടെ വണ്ടിയെ നമുക്ക് പതുക്കെ ഓടിക്കണം. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആൾക്കാരുടെ നടന്നു പോകുന്ന വേഗത എന്ന് പറയുന്നത് കയറ്റങ്ങളിൽ വളരെ ചെറുതായിരിക്കും, പതിയെ ആയിരിക്കും നടന്നു പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പതുക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കണം. അതുപോലെ തന്നെ കയറ്റത്ത് മുന്നിലൊരു വണ്ടി പതുക്കെ റൺ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ വണ്ടിയുടെ വേഗത മനസ്സിലാക്കി ഓടിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനും നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ കാല് നിർബന്ധമായിട്ട് ഇത്തരത്തിൽ തന്നെ ചവിട്ടി പിടിക്കണം. രണ്ടാമത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്, അതായത് ആ വൈബ്രേഷൻ നന്നായിട്ട് വരുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഇപ്പം നന്നായിട്ട് വരുന്ന വൈബ്രേഷൻ വരുന്ന പോയിന്റിലേക്ക് ഞാൻ കറക്റ്റായിട്ട് എത്തി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുക. അതായത് ഒത്തിരി പതുക്കെയല്ല, എന്നാൽ അത്യാവശ്യം പതുക്കെ ആയിരിക്കണം. ഒത്തിരി പതുക്കെ ആയി കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല. ഇതേ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഉറുമ്പനങ്ങുന്നത് പോലെ, അതായത് പതിയെ നീങ്ങുകയാണ്. ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ ക്ലച്ച് അയച്ച് നീങ്ങുകയാണ്. ഇനി വണ്ടി വീണ്ടും സ്ലോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ള് താഴോട്ട് താഴ്ത്തുകയോ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിലേക്ക് വരികയോ ചെയ്താൽ മതി. നിങ്ങൾ നോക്കി, ഞാനിപ്പോൾ ഹാഫ് ക്ലച്ചിലേക്ക് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഹാഫ് ക്ലച്ചിലേക്ക് കറക്റ്റായിട്ട് വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. അതായത് കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും അതിനാനുപാതികമായിട്ടുള്ള ആക്സിലറേഷൻ നിങ്ങൾ കയറ്റത്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, ബ്രേക്ക് ഇല്ലാതെ കയറ്റത്ത് നിങ്ങളുടെ വണ്ടിയുടെ ടയർ ഫ്രണ്ടിലേക്കും പോകില്ല, ബാക്കിലേക്കും റോളാകാത്ത പരുവത്തിൽ ടയർ അങ്ങനെ നിർത്താൻ കഴിയും. ഇങ്ങനെ നിർത്തുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ അയക്കുന്നു. വീണ്ടും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള അടുത്തൊരു പ്രശ്നമാണ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് കയറ്റത്ത് ചെയ്യാനായിട്ട് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇവിടെ മുന്നിലായിട്ട് നല്ലൊരു കയറ്റമുണ്ട്. ഞാൻ അവിടെ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് നിങ്ങൾ നോക്കി, ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു, തേർഡ് കൊടുത്തു. നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റത്തിലേക്ക് എൻ്റെ വണ്ടി വരുവാണ്. അപ്പോൾ ഈ കയറ്റം ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം ചെയ്യുന്നത് കയറ്റം ഇവിടെ കണ്ടു, അപ്പം തന്നെ നേരത്തെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു കണ്ടോ. അപ്പോൾ നേരത്തെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കയറ്റം വളരെ സുഖകരമായിട്ട് കയറി പൊക്കോളും. നിങ്ങളിൽ പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്, ഒരു കയറ്റത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ളൊരു ധാരണ കിട്ടത്തില്ല. മനസ്സിലായോ? സെക്കൻഡ് കൊടുക്കേണ്ട ചെയ്യേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളൊരു തേർഡ് ഗിയറിൽ ഒരു കയറ്റം കയറി വരികയാണ്. കയറ്റം കയറി വരാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ പല ആൾക്കാരും ആ തേർഡ് ഗിയറിൽ വണ്ടി കയറ്റം കയറത്തില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സെക്കൻഡ് കൊടുത്തു കഴിയുമ്പോൾ വണ്ടി കയറാതെ വരും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഒരു തേർഡ് ഗിയർ വരുന്ന സമയത്ത് തന്നെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ പരമാവധി ഓടിക്കാതിരിക്കുക. മനസ്സിലായി? ഇപ്പോൾ ഒരു കയറ്റം ഇവിടെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ നേരത്തെ വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, പതിയെ ഈ കയറ്റം കയറാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, സെക്കൻഡ് ഗിയർ ഇട്ട് ഞാൻ ഈ കയറ്റം കയറുകയാണ്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. ഇനി ഇവിടെ ഒരു ജംഗ്ഷൻ വരുവാണ്. അപ്പോഴും എൻ്റെ വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് കൊടുക്കുകയാണ്.
എന്നിട്ട് ജംഗ്ഷൻ്റെ അടുത്ത് വന്ന് പതിയെ ഓടിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യണം, ഇത് മുന്നമേ നിങ്ങൾ കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വണ്ടി നിന്ന് പോകും, അല്ലെങ്കിൽ നിന്ന് പോയിട്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ റണ്ണിങ് തീർത്ത് നിന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യാമെന്നുള്ള ചിന്ത നിങ്ങൾ ഡ്രൈവിങ്ങിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നേരത്തെ തന്നെ ഗിയർ ഇട്ട് കൊടുത്തോളൂ. അങ്ങനെ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നതിനിടയിൽ കയറ്റത്ത് ഓടിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ടും സേഫായിട്ടും ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണോ അതും കൂടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങൾക്ക് ഇനി എത്തരത്തിലുള്ള വീഡിയോകളാണ് വേണ്ടത് അതും കൂടെ എഴുതിയിടുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക. ഒപ്പം തന്നെ ഇടുക്കി കട്ടപ്പനയിലാണ് നമ്മൾ പ്രാക്ടീസ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.